എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നാടൻ വഴുതനങ്ങ കറിയാണ് ഇന്നത്തെ റെസിപ്പി. വരൂ കണ്ടു നോക്കാം. വഴുതനങ്ങ സെൻറ്ററിലോട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നാലായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. ഇത് ചെറിയ വഴുതനങ്ങ കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. വലിയ വഴുതനങ്ങയാണെങ്കിൽ നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാവുന്നതാണ്. ഈ രീതിയിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പുഴുവൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞു വേണം വെള്ളത്തിലിട്ട് വാഷ് ചെയ്യാൻ. എല്ലാ വഴുതനങ്ങയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. കട്ട് ചെയ്താൽ ഉടനെ തന്നെ വഴുതനങ്ങ അങ്ങ് വെള്ളത്തിലിടണം കേട്ടോ, ഇല്ലെങ്കിൽ കറുത്തു പോകും. അതുകൊണ്ട് ആദ്യമേ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെള്ളത്തിലോട്ടൊന്ന് ഇടണേ. കടായി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വഴുതനങ്ങ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കണം ആദ്യം വഴുതനങ്ങ. ഇപ്പോൾ കറണ്ട് ഇല്ല കേട്ടോ, ഞാൻ ക്യാൻഡിൽ തെളിച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതാണ് കുറച്ച് ലൈറ്റ് വെട്ടം കുറവ് കേട്ടോ. ഇതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ഇതിൻ്റെ രുചിക്ക് കൂടുതലും രുചി കിട്ടാനായിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഒരുപാട് ഉപകാരപ്പെട്ടവരെന്നാണ് കേട്ടോ. വഴുതനങ്ങ വഴറ്റിയെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ അരിയൊക്കെ കരിഞ്ഞ് കിടപ്പുണ്ടാകും. അരിയെല്ലാം ഒന്ന് കോരി മാറ്റിയിട്ട് വേണം നമ്മൾ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഈ കറിയെല്ലാം വച്ച് കഴിയുമ്പോഴത്തേക്ക് കയ്ക്കാനുള്ള സാധ്യത കാണും. ഞാനത് കോരി മാറ്റി, പക്ഷേ വീഡിയോ ഓണല്ലായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് 2 കറിവേപ്പില തണ്ട് ഇതിലേക്കിട്ട് കൊടുക്കാം. ഒരു ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് നല്ലതുപോലെ തക്കാളി കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ രുചിക്കനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ രുചിക്കനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട്. ഇത് നല്ല പുളിയാണ്, കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത പുളിയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങ് ഒഴിച്ചാൽ മാത്രം മതി. വറുത്ത് പൊടിച്ച ജീരകപ്പൊടി 1 സ്പൂൺ, 1/2 സ്പൂൺ ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ചത്, ജീരകപ്പൊടി 1 സ്പൂൺ. നല്ല മണവും ടേസ്റ്റുമാണ് പെരിഞ്ജീരകപ്പൊടി ഇട്ടാൽ. അപ്പോൾ പെരിഞ്ജീരകപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നല്ല രുചിയാണ് ചോറിനൊപ്പം കഴിക്കാനായിട്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട്. വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. തയ്യാറാക്കി നോക്കണം കേട്ടോ. വീണ്ടും ഇതുപോലുള്ള വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ.